വെച്ചാൽ പറയാ, ആ രക്തബന്ധത്തിന് എപ്പോഴും നമുക്ക് അങ്ങനെ അർത്ഥം തിരിച്ചു മാറ്റാൻ പറ്റത്തില്ല. മരിച്ചെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, എങ്കിലും ഇത് അറിയണമല്ലോ. കൊലപാതകമാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. വേറെ ലഹരി പദാർത്ഥങ്ങൾ അവൻ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല. മദ്യപിച്ച് എന്തോ ആ ഒരു ലഹരി കേടില് ഉണ്ടായതായിരിക്കും. അന്നേരമാണ് ഞാൻ കഴുത്തില് ഈ പാട് കാണുന്നത്. അപ്പം ഞാൻ ചോദിച്ചു എന്തെന്ത് പറ്റിയതാ എന്താന്ന് ചോദിച്ചു. പറഞ്ഞ് എനിക്കറിയത്തില്ലടി, ഞാൻ പുറത്ത് വെക്കുമായിരുന്നു. കാരണം പെണ്ണാന്ന് അറിയുമ്പോഴത്തേക്കിന് മറ്റവൻ കയറത്തില്ലല്ലോ. വിനീഷ് ആണെന്ന് അറിയുമ്പോ അവൻ കൂട്ടുകാരനല്ലേ, അവൻ കേറും. അത് കേറാതിരിക്കാനും വേണ്ടിയിട്ടാണ് അവന് അങ്ങനെ. അവന് ബുദ്ധി ഇല്ലാത്തവനൊന്നും അല്ലല്ലോ സാർ. മകന്റെ മദ്യപാനം ചോദ്യം ചെയ്തതിനാണ് മാവേലിക്കര തഴക്കരയിലുള്ള ലളിത എന്ന വീട്ടമ്മയെ സ്വന്തം മകൻ ആ അമ്മയുടെ നൈറ്റി കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തിയത്. ഇവിടെയാണ് ആ അമ്മയെ ഒടുവിൽ അവർ ദഹിപ്പിച്ചതും. ഈ വീട്ടിലാണ് ഈ കൊല നടന്നത്. ഇവിടെ ഈ ലളിത എന്ന ഈ അമ്മയും മകനും മാത്രമാണ്. ഈ അമ്മയുടെ കാല് ഷുഗറൊക്കെ വന്ന് മുറിച്ചതിന് ശേഷം ഈ വീട്ടിൽ തന്നെയായിരുന്നു അമ്മയും മകനും. ആ മദ്യത്തിന്റെ ലഹരിയിൽ സ്വന്തം മാതാവിന്റെ കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയിട്ട് ബന്ധുക്കളോടും നാട്ടുകാരോടുമൊക്കെ അവൻ വിളിച്ചു പറഞ്ഞത് അമ്മ മരിച്ചു കിടക്കുന്നുവെന്ന്. ഒടുവിൽ ഇവിടെ ബന്ധുക്കൾ എത്തുമ്പോഴാണ് ഈ അമ്മ മരിച്ചു കിടക്കുന്നതും ആ അമ്മയുടെ മൃതശരീരത്തിന് മുന്നിൽ കിടന്ന് പൊട്ടിക്കരയുന്നതും അവർ കാണുന്നത്. അതിനുശേഷം ആശുപത്രിയിലേക്ക് എത്തിച്ച് ആ കഴുത്തിൽ കണ്ട പാടാണ് ഇത് കൊലപാതകമാണെന്ന് ആദ്യം ഡോക്ടറിന് സംശയം തോന്നുന്നത്. തുടർന്നുള്ള അന്വേഷണത്തിൽ മാവേലിക്കര പോലീസ് ബിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഈ മകൻ മദ്യലഹരിയിൽ അമ്മയെ കൊലപ്പെടുത്തിയതാണെന്ന സത്യം പുറത്തറിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അയൽവാസിയായ രേണുക ചേച്ചി നമ്മളോടൊപ്പം ചേരുകയാണ്. ശരിക്കും നിങ്ങളൊക്കെ അറിഞ്ഞപ്പം ഞെട്ടിപ്പോയില്ലേ? ശരിക്കും ഭയന്നു പോയി, ഞെട്ടിയും പോയി. കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. അവന്റെ അമ്മ അതുപോലെ പൊന്നുപോലെ നോക്കിക്കൊണ്ടിരുന്നതാ. ഒരു അമ്പലത്തിൽ ഒരു പ്രോഗ്രാം നടന്നാൽ പോലും അവിടെ ചെന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു രീതിയായിരുന്നു അവനുള്ളത്. നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ മദ്യലഹരിയിൽ ചെയ്തതായിരിക്കാം, ആകാനാണ് സാധ്യത. അല്ലാതെ അവൻ അങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല. മദ്യപിക്കും, നന്നായിട്ട് മദ്യപിക്കും. ചെറുപ്രായമാണ്. ഞങ്ങൾ എല്ലാവരും വഴക്ക് പറയാറുണ്ട് മദ്യപിക്കുന്നതിന്. മദ്യപിച്ചാലും നമ്മളോട് ആരോടും അങ്ങനെയുള്ള വഴക്കോ ബഹളോ ഒന്നുമില്ല. വീട്ടിൽ അവർ അമ്മയോട് വലിയ ബഹളമൊന്നും നമ്മൾ അങ്ങനെ കേൾക്കാറില്ല. പിന്നെ നന്നായിട്ട് നോക്കുമായിരുന്നു. അവനാ നോക്കിക്കൊണ്ടിരുന്നത്. അവനാണ് നല്ലോണം നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇതെന്ത് പറ്റിയെന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷെ ഓവറായിട്ട് വേറെ ലഹരി പദാർത്ഥങ്ങൾ അവൻ ഉപയോഗിക്കുന്നുണ്ടോ എന്നും നമുക്കറിയത്തില്ല. മദ്യപിച്ച് എന്തോ ആ ഒരു ലഹരി കേടില് ഉണ്ടായതായിരിക്കും. രാത്രിയിൽ 7 മണിക്ക് വന്നിട്ട് പറഞ്ഞ് അക്കെ അമ്മ മരിച്ചു കിടക്കുമായിരുന്നു, ഞാനിവിടെ ഇല്ലായിരുന്നു. പെടലിക്ക് ഒരു ചുവന്ന പാടുണ്ടൊക്കെ, എന്ത് പറ്റിയാണെന്ന് അറിയത്തില്ല. അക്കെ എല്ലാരും ഒന്ന് വിളിച്ചു പറയണം. ഇവിടെ ഇപ്പൊ എനിക്കിവിടെ ആരെ അറിയത്തില്ല, അക്കെ ഒന്ന് വിളിച്ച് പറയാവോ എന്ന് ചോദിച്ചു. അതെ, എന്നാലും എന്നോട് ചോദിച്ചു അക്കെ പറയാവോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ് നീ എന്തുകൊണ്ട് അമ്മയുടെ കൂടെ അമ്മ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചെന്ന് പറഞ്ഞ് അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, നീ എന്താ പോകാഞ്ഞോന്ന് ചോദിച്ചു. അപ്പൊ അവനിങ്ങനെ കണ്ണൊക്കെ മിഴിച്ച് ഇങ്ങനെ നിൽക്കുവോ. ഞാൻ ചോദിച്ചു നീ കൂടെ പോകേണ്ടതല്ലേ, അവള് തന്നെയാണോ പോയത്? പെങ്ങള് വന്നിട്ടുണ്ടായിരുന്നു, പെങ്ങളും കുഞ്ഞമ്മയും കൂടെ കൊണ്ടുപോയത്. ഇല്ല, മരിച്ചു. ഈ പെടലിക്ക് പാടും ഒക്കെ കണ്ടാണ് അവര് കൊണ്ടുപോയത് തന്നെ. ഇത് വന്ന് പറയുമ്പോഴും ഈ ബിനീഷാണ് ഈ ലളിത എന്ന് പറഞ്ഞ അമ്മയെ കൊന്നത് നിങ്ങൾക്ക് ചേച്ചിക്കൊന്നും തോന്നിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ മദ്യലഹരിയിലാണ് പുള്ളി വന്നത്. പക്ഷെ എന്നാലും നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പിന്നെ ഇവനെ പോലീസ് പിടിച്ച് വെളുപ്പിന് 2 മണിക്ക് അമ്മ വീട്ടിൽ നിന്ന് പോലീസ് പിടിച്ച് തഴക്കരയെന്ന് പോലീസ്. ഇവിടുന്ന് നേരെ ഹോസ്പിറ്റലിൽ ചെന്ന മദ്യത്തിലായതുകൊണ്ട് ഒരു പക്ഷെ അവരങ്ങോട്ട് കൊണ്ടുപോയതായിരിക്കാനാ സാധ്യത. അവിടുന്ന് പോലീസ് പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് കൊണ്ട് ആദ്യമൊന്നും അവൻ നിഷേധിച്ചു, അവൻ ഇവിടെ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞ്. പിന്നെ അവൻ സമ്മതിച്ച് അതിന് പിറ്റേ ദിവസം രാത്രിയിൽ തെളിവെടുപ്പിനായിട്ട് പോലീസ് കൊണ്ടുവന്നു. മരണപ്പെട്ട അമ്മയുടെ ഏറ്റവും മൂത്ത മകൾ, ശരിക്കും പറഞ്ഞാൽ അമ്മ മരണപ്പെട്ട് സഹോദരൻ കൊലയാളിയുമായി. ഇനി ഈ കുട്ടി മാത്രമാണുള്ളത്. നമുക്കിനി ആ കൊച്ചിന് പറയാനുള്ള കൂടി കേൾക്കാം. ശരിക്കും ഒരു വിശ്വസിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഇവൻ ഈ അമ്മയെ കൊല്ലുമെന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നു? ഇല്ല, ഒരിക്കലും പറഞ്ഞിട്ടില്ല. നമുക്ക് അങ്ങനെ വിശ്വാസം പോലും ഇല്ലായിരുന്നു അങ്ങനെ ചെയ്യുമെന്ന്. ഈ അമ്മയെ കൊന്നിട്ട് എന്താ വിളിച്ചു പറഞ്ഞേ? എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ അനക്കം ഇല്ലാതെ കിടക്കുന്ന, ആ ഷുഗറും എല്ലാം കൂടിയതായിരിക്കും, നീ ഓടി വാന്ന് പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞു എന്നാ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി, ഞാനങ്ങ് വരാൻ പറഞ്ഞു. ആശുപത്രിയിൽ കൊണ്ടുപോകണ്ടടി, പോയെന്ന് തോന്നുന്നു പറഞ്ഞു. അന്നേരം ഞാൻ പെട്ടെന്ന് ഓട്ടോ പിടിച്ചിങ്ങ് വരുമായിരുന്നു. അവനും കരയുമായിരുന്നു, അമ്മ കെട്ടിപ്പിടിച്ച് കരയുമായിരുന്നു. അന്നേരം ഞാൻ നോക്കിയപ്പം പൾസൊക്കെ നോക്കിയപ്പോ പൾസൊന്നും ഇല്ല, വെള്ളം ഇങ്ങനെ കുടഞ്ഞിട്ടൊന്നും അനക്കൊന്നുമില്ല, കണ്ണടച്ചിട്ട് ഇങ്ങനെ വാ തുറന്ന് കിടക്കുമായിരുന്നു.
അന്നേരമാണ് ഞാൻ കഴുത്തില് ഈ പാട് കാണുന്നത്. അപ്പം ഞാൻ ചോദിച്ചു എന്തെന്ത് പറ്റിയതാ എന്താന്ന് ചോദിച്ചു. പറഞ്ഞ് എനിക്കറിയത്തില്ലടി, ഞാൻ പുറത്ത് വെക്കുമായിരുന്നു, ഇങ്ങനെ തിരിച്ചു വന്നപ്പോഴും അമ്മ ഇങ്ങനെ കിടക്കുന്ന ഞാൻ കാണുമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ ആരോടും പറയുന്നില്ല ഈ അമ്മയെ കൊന്നു എന്ന് പറയുന്നില്ല? ഇല്ല, അങ്ങനെ പറയില്ല. ഞാൻ ചോദിച്ചു നീ വഴക്കുണ്ടാക്കോ എന്തെങ്കിലും ചെയ്തോടാ? ഇല്ലടി, നമ്മുടെ അമ്മയല്ലേ, ഞാൻ എന്തെങ്കിലും ചെയ്യുവോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഇത് എപ്പോഴാ സമ്മതിക്കുന്നേ? അത് പോലീസുകാരുടെ അടുത്താ പറയുന്നത്. സഹോദരിയുടെ ചേച്ചിയുടെ മരണം, മകൻ കൊലയാളിയായി, സഹിക്കാൻ പറ്റുന്നുണ്ടോ? ഒരിക്കലും ഇല്ല സാറേ. അവനിങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. കാരണം 3.5 വർഷത്തോളമായി അവിടെ കാല് മുറിച്ചിങ്ങനെ കിടപ്പായിട്ട്. ആ നിമിഷം മുതൽ ഞങ്ങൾ വല്ലപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം അല്ലെ എപ്പോഴും ഞങ്ങൾക്ക് ഞാനൊരു വീട്ടു ജോലിക്ക് പോകുന്ന, അതും കഴിഞ്ഞ് എനിക്ക് ഈ ഇവിടെ വന്ന് പറ്റത്തില്ല. ഇപ്പൊ ഞാനും എന്റെ മൂത്തൊരു ചേച്ചിയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ആഴ്ചയിലോ മാസത്തിലോ ഞങ്ങൾക്ക് എപ്പോഴാ സമയം കിട്ടുന്ന വെച്ചാൽ ഞങ്ങൾ അന്നേരം തുണിയും കഴുകി കൊടുത്ത് ഞങ്ങൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്ത് ഇവിടൊക്കെ തൂത്ത് വാരിയിട്ട് ഞങ്ങൾ അങ്ങ് പോകും. ഇവള് പിന്നെ ആഴ്ച 1-2 ദിവസമൊക്കെ അവള് വന്ന് അവിടുന്ന് ആഹാരം വെച്ചോണ്ട് വരും. അങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പം അവൻ പണിക്ക് പോയാലും അവന് നേരത്തെയൊക്കെ കുറെ നാള് 5-6 മാസങ്ങൾക്ക് മുമ്പ് വരെയും ഇവന്റെ സ്വഭാവത്തിന് ഇത്രയും വലിയ ഇതുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഇല്ലായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു ഇവൻ നോക്കുമല്ലോ എന്നുള്ളത്. ഇപ്പൊ ഈ അടുത്തിടയില് ഇവളോട് പറഞ്ഞു, എടി അമ്മ എനിക്ക് പറ്റുന്നില്ല അമ്മേ, ഞാൻ അനാഥാലയത്തിൽ കൊണ്ടുവിടാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഇവള് പറഞ്ഞു വേണ്ടാടാ ഇത്ര അനാഥാലയത്തിൽ കൊണ്ടുവിടാം. അപ്പൊ തള്ള ഇവളെ വിളിച്ചിട്ട് പറഞ്ഞു, എടി മോനെ എന്നെ കൊണ്ടുവിടാൻ പോവാന്ന് പറഞ്ഞു, എങ്ങനെ എനിക്ക് പോവണ്ട, ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാന്ന് പറഞ്ഞു. അന്നേരം ഇവള് വിളിച്ചിട്ട് പറഞ്ഞു, എടാ കൊണ്ടുപോകണ്ട, ഇത്രയും നോക്കിയില്ലേ, വേണ്ട കൊണ്ടുപോകണ്ട, നിനക്ക് എവിടെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ നീ അങ്ങ് പൊക്കോ, അമ്മ അവിടെ കിടന്നിട്ട് ഞാൻ വന്ന് നോക്കിക്കോളാം, നീ എവിടെയെങ്കിലും പൊക്കോളാൻ പറഞ്ഞു. മരിച്ചെന്ന് ഞങ്ങക്ക് ബോധ്യമുണ്ട്, എങ്കിലും ഇത് അറിയണമല്ലോ, കൊലപാതകമാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവൻ ചെയ്യുമെന്ന് അറിയത്തില്ല. ഇവിടെ ഇവൻ ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നില്ല. അത് അതിക്രൂരമായിട്ട് എഴുന്നേറ്റിരുത്തിയിട്ട് നൈറ്റി എടുത്ത് പെടലിക്ക് കുരുക്കിട്ടാണ് കൊന്നത്. ആരേലും ചെയ്യുന്നതാണ്. ഇരുത്തിയിട്ടാണ് പെടലിക്ക് ഈ നൈറ്റി ഇട്ട് മുറുക്കുന്നത്. നൈറ്റി ഇട്ട് മുറുക്കി നല്ലതുപോലെ മുറുക്കി ചത്തെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനാണ്, ചത്ത് കഴിയുമ്പോ സ്വാഭാവികമായിട്ട് പെടലി കുഴിഞ്ഞു പോകുമല്ലോ, അപ്പോഴാണ് അവനെ കിടത്തി. അപ്പൊ ഞങ്ങൾ വരുമ്പോ നൈറ്റി എല്ലാം ഇവള് നനച്ചടുക്കി കട്ടിലിന്റെ തലങ്ങണ മേളിൽ ഇങ്ങനെ വെക്കും, അടുത്ത് തന്നെ വെക്കും. കാരണം അമ്മയുടെ തന്നെ നൈറ്റി ഇവള് ഓണത്തിന് മേടിച്ചു കൊടുത്ത നൈറ്റിയാ. അപ്പൊ അമ്മയ്ക്ക് എടുക്കാനുള്ള സൗകര്യത്തിന് ഇവളെല്ലാം മടക്കി ഇങ്ങനെ ഞങ്ങൾ ആയാലും തോർത്തും എല്ലാം കഴുകി അവക്ക് ആ നൈറ്റിന്ന് തന്നെ എടുത്താണ് അമ്മയെ ഇങ്ങനെ കൊലപ്പെടുത്തുന്നത്. ആ നൈറ്റി എടുത്താണ് അവിടെ ഇങ്ങനെ കാട്ടിക്കൊണ്ട് കളഞ്ഞു. ഇവന് പോലീസുകാർ ഇടിച്ചപ്പം പറഞ്ഞു കൊടുത്ത് ഇന്നതുപോലെ ഇവന്റെ മൊഴി എടുക്കാൻ വന്നപ്പോ ഞങ്ങളും വന്നു. ഇപ്പോഴാ ഇവനിങ്ങനെ പറയുന്നത് ഇങ്ങനായിരുന്നു കൊലപ്പെടുത്തിയത്, നൈറ്റി അവിടെ അവനെ കൊണ്ട് തന്നെ നൈറ്റി എടുപ്പിച്ചു. പിന്നെ ഇപ്പൊ ഓരോരുത്തരൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു, ഇവിടെ പെണ്ണുങ്ങൾ. പക്ഷെ അന്ന് തന്നെ ഒരു പെണ്ണിന്റെ സംസാരത്തിലാണ് ഇവന്റെ ഒരു കൂട്ടുകാരൻ വന്നപ്പം അകത്ത് വിനീഷ് ഇല്ല മാങ്കാങ്കുഴിലാന്ന്. പക്ഷെ ഈ കഥ ലളിതാമ്മയുള്ളപ്പോഴത്തേക്കിന് അടച്ചിടത്തില്ല. പക്ഷെ ആ കൂട്ടുകാരൻ വന്നപ്പോ ഈ ജനലും കഥകും എല്ലാം അടച്ചിട്ടേക്കുമായിരുന്നു. ഇപ്പോഴെ കഥയെ കൊട്ടി വിളിച്ചപ്പോഴാ പറഞ്ഞത് ബിനീഷ് ഇവിടെ ഇല്ല, പെണ്ണിന്റെ സുഹൃത്താ പറഞ്ഞത്, ബിനീഷ് ഇവിടെ ഇല്ല മാങ്കാങ്കുഴി പോയേക്കുവാണ്. അന്ന് തന്നെ മരണം നടന്നപ്പോഴായിരുന്നോ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണോ ഒന്നും അറിയത്തില്ല. സാക്ഷിയൊന്നും ഇല്ല. അവന് പോലീസ് ചോദിച്ചാൽ പറഞ്ഞു അവനാ പെണ്ണിന്റെ സുഹൃത്ത് സംസാരിച്ചെന്ന്. കാരണം പെണ്ണ് അന്ന് അറിയുമ്പോഴത്തേക്കിന് മറ്റവൻ കേറത്തില്ലല്ലോ. വിനീഷ് ആണെന്ന് അറിയുമ്പോ അവൻ കൂട്ടുകാരനല്ലേ, അവൻ കേറും. അത് കേറാതിരിക്കാനും വേണ്ടിയിട്ടാണ് അവന് ബുദ്ധി ഇല്ലാത്തവനൊന്നും അല്ലല്ലോ സാർ. വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ അന്ന് ഇവിടെ സംസാരിച്ച ഈ പെൺകുട്ടിയുടെ ശബ്ദം അത് ആരുടേതാണെന്ന് ഒരുപക്ഷെ പോലീസ് കുറച്ചുകൂടി വ്യക്തമായി അന്വേഷിക്കണം. അതുപോലെ തന്നെ ഈ കൊല ചെയ്യാനെ കൊണ്ട് ഇവൻ പറഞ്ഞത് കാരണമല്ലാതെ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഒരുപക്ഷെ കുറ്റം സമ്മതിച്ചാൽ പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ഒന്നും നടത്തുന്നത് പതിവല്ല. എങ്കിലും അതിസമർത്ഥരായ പോലീസുകാരാണ് ഇവിടെ ഈ മാവേലിക്കരയുള്ളതെന്ന് ഞങ്ങൾക്കറിയാം. നമ്മുടെ നാട്ടിൽ മദ്യാസക്തിയിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരികയാണ്. ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊല്ലുന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു, മകൻ അമ്മയെ കൊല്ലുന്നു,
ചെറുമകൻ മുത്തശ്ശിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നു തുടങ്ങിയ സംഭവങ്ങൾ ഓരോ ദിവസവും ഞെട്ടലോടെയാണ് നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോഴും മദ്യവിൽപ്പനയ്ക്ക് ഒരു കുറവുമില്ലാതെ അതിൽ നിന്ന് ആദായ നികുതി കണ്ടെത്തുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത്. എങ്കിലും ഇവിടെ ഈ ലളിത എന്ന അമ്മയെ, ആ അമ്മയുടെ സ്വന്തം മകൻ, ചോരയിൽ പിറന്ന സ്വന്തം മകൻ മദ്യത്തിന്റെ ലഹരിയിൽ ഈ വീട്ടിലിരുന്ന് മദ്യപിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ ഒറ്റ കാരണത്താൽ ആ അമ്മയെ അങ്ങ് വകവരുത്തി കളയാം എന്ന് തീരുമാനിച്ചത് കൊണ്ടാണ് ഈ വീടിനുള്ളിൽ അന്നൊരു കൊലപാതകം നടന്നതും ഒടുവിൽ അവൻ ആരും അറിയാതെ, അല്ലെങ്കിൽ ആരോടും അവൻ കൊലപ്പെടുത്തിയെന്ന് പറയാതെ അമ്മ മരിച്ചു കിടക്കുന്നുവെന്ന് അയൽവാസികളോടും ബന്ധുക്കളോടും സഹോദരിയോടുമൊക്കെ വിളിച്ചു പറയുന്നത്. ഈ വീട്ടിൽ അവൻ സർവ്വസ്വാതന്ത്ര്യത്തിന് എന്തും നടക്കുമെന്നാണ് ഈ നാട്ടുകാരൊക്കെ പറയുന്നത്. ഇവിടെ ഈ മദ്യം മാത്രമല്ല, മറ്റു പല അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കുന്നു എന്ന തരത്തിലുള്ള സംസാരവും നിലനിൽക്കുന്നു. കാരണം അതിനു പറ്റിയ ഒരു സാഹചര്യമാണ് ഈ വീട്. ഒരു കനാലിൻ്റെ പുറമ്പോക്കാണ്, ഏറ്റവും അവസാനത്തെ വീടാണ്. ഈ അമ്മ പൂർണ്ണമായും കിടപ്പുരോഗിയായി കഴിയുമ്പോൾ ഒന്ന് ഉറക്കെ ശബ്ദിക്കാനല്ലാതെ എഴുന്നേറ്റ് പോയി മറ്റൊന്നും അവനോട് പറയാനും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്, ഒരു ചുറ്റുപാടിലാണ് ഇവിടെ ഈ അമ്മ ജീവിക്കുന്നതും കഴിഞ്ഞതും. ഭാര്യ ഉണ്ടായിരുന്നു, പിണങ്ങിപ്പോയി. ഇവൻ ഒറ്റത്തടിയായി അവൻ്റെ ഇഷ്ടത്തിന് തോന്നിവാസങ്ങൾ കാണിച്ച് വളരുകയായിരുന്നു, ജീവിക്കുകയായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്തായാലും അവൻ്റെ മദ്യപാനവും ഈ വഴിവിട്ട ജീവിതവും ഒടുവിൽ സ്വന്തം അമ്മയുടെ ജീവനെടുക്കാനുള്ള കാലനായി അവൻ മാറിയപ്പോൾ ഈ അമ്മയ്ക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് അമ്മമാർ ഈ നമ്മുടെ സമൂഹത്തിൽ സ്വന്തം മക്കളുടെ കൈകൊണ്ട് മരിക്കേണ്ടി വരുന്ന ദുരവസ്ഥയാണ് ഇന്ന് സമൂഹത്തിലുള്ളതെന്ന് പറയാതിരിക്കാൻ വയ്യ.